എനിക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസോ നമ്മുടെ സൈഡിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻസോ ഒന്നും തരാൻ ഞാൻ വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഈ പിടിച്ചോടെ നിൽക്കുന്ന എൻ്റെ ഈ ഒരു മൊബൈലിനകത്ത് ഇതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എല്ലാം എനിക്കുണ്ട്. അതേ യെസ്, ആ പിടിച്ചോണ്ടിരിക്കുന്ന മൊബൈലിനകത്ത് സകലതും പ്രൂവ് ചെയ്യാനുള്ള സാധനമുണ്ട്. ഇതിനെക്കുറിച്ച് പറയണമെന്നോ ഇതിനെക്കുറിച്ചൊരു കണ്ടന്റ് ആക്കണമെന്നോ ഉള്ള ആഗ്രഹം ഞങ്ങൾക്കില്ല. പക്ഷെ പറയാനുള്ളത് ശക്തവും വ്യക്തവുമായി ഈ സാഹചര്യത്തിൽ തുറന്നു പറഞ്ഞുകൊണ്ട് സിന്ധു കൃഷ്ണയുടെ വ്ലോഗ് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അഹാന കൃഷ്ണ അവരുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞൊരു കാര്യം കൂടെ കേട്ടാലോ? പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന ഡ്രാമയൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത് ഇസ് സോ ചീപ്പ് ആൻഡ് സിലി ഫോർ us. യുനോ നമുക്ക് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും പുതിയ ബ്ലോഗിനുള്ള കോണ്ടന്റ് ആയല്ലോ. സീ വി നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. നമ്മൾ കേട്ടോ, ഞങ്ങൾ അത്രക്കാരി നഹി എന്ന് പറഞ്ഞ നഹി. അങ്ങനെ സോഷ്യൽ മീഡിയ വന്ന് കോണ്ടന്റ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ദിവസങ്ങൾക്ക് ശേഷം സിന്ധു കൃഷ്ണ അതൊരു കോണ്ടന്റ് ആക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സംഭവം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സിന്ധു കൃഷ്ണയുടെ അച്ഛൻ മരണപ്പെട്ടു. സിന്ധു കൃഷ്ണയുടെ അമ്മയെ സിന്ധു കൃഷ്ണ നോക്കുന്നില്ല എന്നൊരു നറേഷൻ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നു. ആ നറേഷൻ വരാനുള്ള കാരണം ഈ സിന്ധു കൃഷ്ണയുടെ സഹോദരിയുടെ മകളായിട്ടുള്ള തൻവി കാനഡയിൽ ജോലി കളഞ്ഞ് അമ്മൂമ്മയെ നോക്കാനായിട്ട് നാട്ടിലേക്ക് നന്മയുള്ളൊക്കെ ലോകമേ പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ BGM ഒക്കെ ഇട്ടിട്ട് നാട്ടിലേക്ക് കടന്നു വരുന്നു. നന്മമരമായി മാറുന്നു. സിന്ധു കൃഷ്ണയ്ക്കും കുടുംബത്തിനും നേരെ ആക്രമണം വരുന്നു, സൈബർ ആക്രമണം വരുന്നു. അവർ വന്നിട്ട് പറയുന്നു അവക്കറിയാം സകല ഇതുകളും, അല്ല ഞങ്ങളുടെ അമ്മച്ചി ശരിയല്ല, ഞങ്ങളുടെ അമ്മച്ചി വെറും പെശകാണ് എന്നും പറഞ്ഞുകൊണ്ട് അഹാന ഒരു വ്ളോഗ് വന്ന് പറയുന്നു, ഒരു എക്സ്പ്ലനേഷൻ പറയുന്നു. അതിനുശേഷം കൃഷ്ണകുമാറാന്ന് തോന്നുന്നു ആരോ ഇടപെട്ട് എല്ലാത്തിനെയും ചെവിക്ക് പിടിച്ച് ഇങ്ങനെ കൈക്ക് ബോടാ എന്ന് ചോദിച്ച് പിടിച്ച് തിരികെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് എല്ലാത്തിനും പല വഴിക്ക് വിട്ടു. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കോൺട്രവേഴ്സികളെല്ലാം തീർന്ന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ സിന്ധു കൃഷ്ണ വീണ്ടും ബ്ലോഗിൽ വന്നിട്ട് ഈ ഫോണുണ്ടല്ലോ, ഈ ഫോണിലുണ്ട് സകല സാധനം, ഇതുപോലത്തെ സിന്ധു കൃഷ്ണയുടെ ഫോൺ, ഈ ഫോണിലുണ്ട് സകല സാധനവും പ്രൂവ് ചെയ്യാനുള്ള സകല സാധനം ഈ ഫോണിലുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നു. ഇതൊന്നും ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ആക്കണ്ട കേട്ടോ, കണ്ടന്റ് ആക്കണം താല്പര്യമേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് സിന്ധു കൃഷ്ണയും കുടുംബവും പലർക്കായിട്ട് ഒരു വീഡിയോ CCTV വിഷ്വൽ അയച്ചു കൊടുത്തായിട്ടൊരു സംഭവം ഉണ്ടായി. ഈ CCTV വിഷ്വലിനകത്ത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്ടേ, മൈ ഡാഡ് ബീങ് ഹിറ്റ് ജസ്റ്റ് എ ഫ്യൂ വീക്സ് ബിഫോർ ഹിസ് സർജറി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അപ്പൻ്റെ സർജറിക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് അച്ഛനെ ടബ 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 എന്നടിച്ചു എന്നാണ് പറയുന്നത്. ദിസ് കണ്ടിന്യൂഡ് ഓൾവേസ്. ഇത് എപ്പോഴും സംഭവിക്കായിരുന്നത്. അച്ഛന് സ്ഥിരം അടി കിട്ടുമായിരുന്നു. ആരുടെ കയ്യിൽ നിന്ന് ഭർത്താവിന് അടി കിട്ടുന്നത് തെറ്റൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെന്തോ പറയാനാ, അതൊക്കെ ഐ ഹാഡ് ടു ഫൈറ്റ് വിത്ത് മൈ മം ഡെയിലി ടു പ്രൊട്ടക്റ്റ് ഹിം. എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ദിവസവും എൻ്റെ അമ്മയോട് വഴക്കിടുമായിരുന്നു. അങ്ങനെ കാതിൽ കടുക്കലിട്ടൊരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സിന്ധു കൃഷ്ണ അയച്ചു കൊടുത്ത മെസ്സേജാണിത്. ഇത് കൂടാതെ ഇതിന് താഴെ വേറെ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ടായിരുന്നേ. ഇറ്റ്സ് ഓൾ സോ ചീപ്പ്. ഇതൊക്കെ വെറും ചീപ്പ് പരിപാടിയാണ് കേട്ടോ. മൈ മം സേയിങ് മൈ ഫാദർ ഈസ് കമ്മിങ് ഹിയർ ടു സ്ലീപ്പ് വിത്ത് മീ ആൻഡ് മൈ ഡോട്ടർ. അച്ഛൻ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ പറയും അച്ഛൻ അങ്ങോട്ട് വരുന്നത് നിൻ്റെ മോളുടെയും കൂടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അതായത് സ്വന്തം മോളുടെയും കൊച്ചുമോളുടെയും കൂടെ ഉറങ്ങാനാണ് അച്ഛൻ അങ്ങോട്ട് വരുന്നതെന്ന്. ഇതൊക്കെ ഏത് മീനിങ്ങിലോട്ടൊക്കെയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? അങ്ങനെ മരണപ്പെട്ടില്ലയോ? ഈ ചത്തോല് സമാധാനം കൊടുക്കരുത് കേട്ടോ. ഓക്കെ, ഹൗ ക്യാൻ ഐ പുട്ട് ഇറ്റ് ഔട്ട്? ഇതെങ്ങനെ പുറത്തേക്ക് പുട്ടിറ്റ് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. ഐ ഹാവ് വീഡിയോസ് ഓഫ് മൈ മം ഹിറ്റിംഗ് മൈ ഫാദർ. എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ അടിക്കുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. സകലതും തെളിവ് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ആ തെളിവാണ് ഈ പലർക്കും അയച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇവരോട് ചോദിച്ച പലർക്കുമാണ് ഈ സാധനം അയച്ചു കൊടുത്തത്. സ്വന്തം കുടുംബത്തിൻ്റെ നാണവും മാനവും നാട്ടുകാർക്ക് മുമ്പിൽ വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. താൻ പിടിച്ച സൈഡ് ജയിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ നാറട്ട്, അമ്മ അപമാനിതയാകട്ടെ, ഒരു പ്രശ്നവുമില്ല. എന്നിട്ട് അഹാന എന്തായിരുന്നു പറഞ്ഞ് ഇതൊന്നും ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലേക്ക് ഡ്രാഗ് ചെയ്യണ്ട, വി ആർ നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് ഫാമിലി. പിന്നെ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? ഓക്കെ, ബാക്കിയോടെ വായിക്കാം. ഹി വാസ് ഹറാസ്ഡ്, ഐ സ്റ്റുഡ് അപ്പ് ഫോർ ഹിം. ഹറാസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് നെഞ്ചി വിരിക്കണം മുഷ്ടിച്ചുരിക്കണം എന്ന് പറഞ്ഞ് എണീറ്റ് നിന്നു എന്നാണ് പറയുന്നത്. ഹി വാസ് നോട്ട് അലൗഡ് ടു എൻ്റർ ദ ബെഡ്റൂംസ്. അച്ഛനെ ബെഡ്റൂമിലേക്ക് കടക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഹി ഹാഡ് ടു സ്ലീപ്പ് ഇൻ ഹോൾ. അച്ഛൻ ഹോളിൽ കിടന്നുറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ്. ആസ് ഷീ ഫ്ലൂഡ്
ഹിം ഡേർട്ടി ആഫ്റ്റർ ഹി ഫെൽ സിക്ക് ആയി. വെറും വഷളത്തരമാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം. അതായത് അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിനകത്തെ വിള്ളലുകളെ നാട്ടുകാർക്ക് മുമ്പിൽ, ഭാര്യ ഭർത്താവ് ബന്ധം ഇങ്ങനെ അഴുക്ക ബന്ധമായിരുന്നു അവർക്ക് തമ്മിലുള്ളതാണ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഈ സിന്ധു കൃഷ്ണ ഇത് പുറത്ത് വിടുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അത് താങ്കളുടെ അച്ഛനും അമ്മയാണ്, താങ്കളുടെ അച്ഛനും അമ്മയാണ്. അവരെയാണ് ഈ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ പ്രശ്നങ്ങൾ, തൻവി ഈ സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തു, അഹാന ഈ സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തു. അപ്പോഴും ഈ പ്രശ്നം വീണ്ടും കത്തിക്കുകയാണ്. തീർന്ന പ്രശ്നത്തിനെ വീണ്ടും കത്തിക്കുകയാണ്. നമ്മുടെ സൈഡ് ജയിക്കണമല്ലോ, നമ്മൾ ഫുള്ളായിട്ട് ജയിച്ചില്ലല്ലോ, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്നത്. അത്തരത്തിൽ സിന്ധു കൃഷ്ണ വ്ളോഗിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. പേര് വിളിക്കുന്നതൊന്നും തോന്നില്ല കേട്ടോ. നമ്മൾ അതിൻ്റെ റോഡിൽ കൂടെ പോകുന്നവർ അമ്മ എന്ന് വിളിക്കേണ്ടെന്നല്ലേ മോള് പറഞ്ഞു തന്നത്, അതുകൊണ്ടാട്ടോ പേര് വിളിക്കുന്നത്. എല്ലാ ബഹുമാനക്കുറവൊന്നുമില്ല. സിന്ധു കൃഷ്ണ പറയുന്നത് നമുക്കൊന്നേന്ന് കേൾക്കാം. ലൈക്ക് ലാസ്റ്റ് ഫ്യൂ വീക്സ് ഒന്നും അത്ര അങ്ങോട്ട് കംഫർട്ടബിൾ അല്ലായിരുന്നു ഒരിക്കലും. ലൈക്ക് ദാറ്റ് ഷുഡന്റ് ഹാവ് ഹാപ്പൻഡ് അറ്റ് ദ ഫസ്റ്റ് പ്ലേസ്. ബട്ട് ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, ഒന്നും നമ്മുടെ കയ്യിലല്ല. ഒരു പക്ഷെ നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. എനിക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസോ നമ്മുടെ സൈഡിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻസോ ഒന്നും തരാൻ ഞാൻ വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നേ? ഒരു കോൺട്രവേഴ്സി നടന്നു, ആ കോൺട്രവേഴ്സി കത്തി. പൊട്ടുന്നതിന് മുമ്പ് ആ കോൺട്രവേഴ്സിയിൽ തിരിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കെടുത്തിയതിന് ശേഷം ആ കെടുത്തിന് തൊട്ടിപ്പുറത്ത് കട്ട് ചെയ്തിട്ട് വീണ്ടും അതിൽ തിരി കൊളുത്തുന്നത് എന്തിനാണ്? നിങ്ങളുടെ വീഡിയോസിനൊക്കെ ലക്ഷക്കണക്കിന് മില്യൺസ് വ്യൂവർഷിപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം. അപ്പം നിങ്ങൾ വീണ്ടും ഇങ്ങനൊരു സാധനം ഇട്ട് കൊടുക്കുമ്പോഴത്തേനും തൻവിയെ ഭീഷണിപ്പെടുത്തിയോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയോ പുള്ളിക്കാരി ഇതിനെതിരെ സംസാരിക്കുന്നത് നിർത്തിയതിനു ശേഷം ഇവർ വീണ്ടും ഈ മാലപ്പടക്കത്തിന് തിരികൊളുത്തുകയാണ്. ഒരു കോൺട്രവേഴ്സി ബേസിക്കലി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം, ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു അട്രാക്ഷൻ ഉണ്ടാകും. കുറേ ആളുകൾ ഈ കോൺട്രവേഴ്സി കാണാനായിട്ട് വരും. ആ കോൺട്രവേഴ്സി അവരെന്നെ പറഞ്ഞ് ഇവരെന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ സാധനം കുറേ അങ്ങ് കത്തും. ഇത് സ്വാഭാവികമായിട്ട് കോൺട്രവേഴ്സി ഉണ്ടാകുമ്പോൾ ഉള്ള സാധനമാണ്. നിങ്ങളിപ്പോൾ ഒരു കാര്യമില്ലാതെ ഈ ഒരു സാധനം ഇതിനകത്തോട്ട് വലിച്ചിടേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അന്നത്തെ ആ പ്രശ്നത്തിൽ ഉൾപ്പെടെ തന്നെ സ്വന്തം അമ്മ അച്ഛനെ അടിക്കുന്ന വീഡിയോ ആരാന്ന് പോലും അറിയാത്ത നാട്ടുകാർക്ക് അയച്ചു കൊടുത്തു. ബഹുത്തച്ച. എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ അച്ഛനമ്മ അടിക്കുമായിരുന്നു, ഞാനാണ് പോയി രക്ഷിച്ചുകൊണ്ടിരുന്നത്. സ്വന്തം കുടുംബത്തിനെ ജനങ്ങൾക്ക് മുമ്പിൽ കോമാളിത്തരമായിട്ട് ചിത്രീകരിക്കാൻ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ കുറച്ച് കാണിക്കണ്ടേ? ഇപ്പോൾ നിങ്ങളുടെ ഇളയ മോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവരുടെ മെച്യൂരിറ്റിയുടെ പ്രശ്നമാണ്. ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ഉള്ള, നാട്ടുകാരുമായിട്ട് ഇടപഴകി ബന്ധങ്ങളുള്ള, ഇത്രയും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്ന നിങ്ങൾ, അവരെന്ന് അറിയില്ല കുഴപ്പമില്ല, നമ്മൾ കിടിലുവാണെന്ന് തെളിയുമല്ലോ. നമ്മളെന്തുകൊണ്ട് അച്ഛനെ മാത്രം സ്നേഹിച്ചെന്ന്, അതാണോ നിങ്ങളുടെ ഇൻറ്റൻഷൻ? പിടിച്ചോണ്ട് നിൽക്കുന്ന എൻ്റെ ഈ ഒരു മൊബൈലിനകത്ത് ഇതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എല്ലാം എനിക്കുണ്ട്. ബട്ട് ദെൻ അത് ഐ വിൽ നോട്ട് ഡു ഇറ്റ്. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഡു ഇറ്റ് എവർ. ഐ ഡോണ്ട് തിങ്ക് ഐ എവർ ഡു ഇറ്റ്. ബട്ട് ദെൻ പേഴ്സണലി നമ്മളറിയാന്നുള്ള എല്ലാവർക്കും ഒരുവിധം ഞങ്ങളുമായിട്ട് കണക്ഷനുള്ള, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും എൻ്റെ കുട്ടികളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും നമ്മൾ ക്ലോസ് ആയിട്ട് അറിയാവുന്ന പീപ്പിൾ റിയലി മാറ്റർ ടു അസ്. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള എവറിബഡി നോസ് ദിസ്. ബിക്കോസ് ഇത് വൺ ഡേയിലൊരു കാര്യമല്ല. ദിസ് ഇസ് സംതിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ് ഫോർ ഓവർ എ ലോങ് ടൈം. സോ നോർമലി നമ്മൾ നോർമൽ ടോക്സിൽ വെൻ വി ഹാവ് സം സർട്ടൻ ഇഷ്യൂസ്, വെൻ വി ആർ റിയലി ഗോയിങ് ത്രൂ സം കൈൻഡ് ഓഫ് എ മെസ് ആൻഡ് ഓൾ, നമ്മളിങ്ങനെ നമുക്ക് ഡിസ്കസ് വിത്ത് ആർ ഫ്രണ്ട്സ് ഓർ വിത്ത് ഓൾ ദാറ്റ്. സോ എന്നെ നല്ലതാ, വളരെ നല്ലതാ. നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും നാറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലുണ്ടല്ലോ, വി ഹാവ് ഡിസ്കസ് ഇറ്റ് വിത്ത് അവർ ഫ്രണ്ട്സ്. ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ പിടിച്ചിരുത്തി ഒരു വട്ടമേശ സമ്മേളനം നടത്തി അതിൻ്റെ നടുക്ക് കുറച്ച് അച്ചപ്പവും ചിപ്സും ഒക്കെ വെച്ചിട്ട് അവരോടൊക്കെ കാര്യങ്ങളൊക്കെ പറയും. എൻ്റെ ഫ്രണ്ടാണോ ഇന്നെന്താ സംഭവിച്ചെന്നറിയോ, എൻ്റെ അമ്മയുണ്ടല്ലോ അച്ഛനെ ബക്കറ്റ് എടുത്തിട്ട് അടിച്ചു. അപ്പം ഈ കേൾക്കുന്നവർ ഇത് പോയി അവരുടെ വീട്ടിൽ പറയും. അവർ അത് മറ്റു പലരോടും പറയും. ചുമ്മാ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേനും ചുമ്മാ ഇതിങ്ങനെ നിങ്ങളുടെ സുഹൃത്തിനോട് പറഞ്ഞു, സുഹൃത്തിൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവ് പുറത്ത് പോയി നിൽക്കുകയാണ്. അന്നേരം വന്നിട്ട് മറ്റേ കൃഷ്ണകുമാർ ഇലക്ഷനൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, കൃഷ്ണകുമാറിൻ്റെ അടുത്ത് നമുക്കൊന്ന് സംസാരിക്കണമല്ലോ, നമ്മുടെ ഇവിടെ ഒരു മറ്റേ വെയിറ്റിംഗ് ഷർട്ട് വേണം, കൃഷ്ണകുമാറിനോട് ഒന്ന് സംസാരിക്കണമല്ലോ. ഉടനെ ഞാൻ പറയും, കൃഷ്ണകുമാറോ? അവരുടെ വീട്ടിൽ എന്താ നടക്കുന്നതെന്നറിയുമോ? അവരുടെ അമ്മായിയപ്പനുണ്ടല്ലോ, അമ്മായിയപ്പനെ തലക്കെടുത്ത് ബക്കറ്റ് ഇട്ടടിച്ചു. ഈ സാധനം അവൻ പിന്നെ 4 പേരോട് പറയും. അപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള സാധനങ്ങൾ നമ്മൾ പുറത്തേക്ക് വിടാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. പിന്നെ നമുക്ക് ആരോടെങ്കിലും തുറന്നു പറയുമ്പോൾ ഒരു റിലീഫ് കിട്ടും. അതുകൊണ്ടായിരിക്കും പറയുന്നത്. അങ്ങനെ റിലീഫ് കിട്ടുമ്പോഴത്തേനും എല്ലാവരോടും പോയി പറയാതിരിക്കുക. നമ്മളിപ്പോൾ വളരെ വിശ്വസിച്ച് പറഞ്ഞിട്ട് ആ തെണ്ടി പോയി മറ്റുള്ളവരോട് പറയുന്നത് താത്വികമായി അവലോകനം നടത്തേണ്ട കാര്യമാണെങ്കിൽ പോലും എല്ലാവരോടും പറഞ്ഞിട്ട് നമ്മളത് ലീക്ക് ചെയ്തിരിക്കുക. ഇപ്പോൾ ഈ വീഡിയോ CCTV വിഷ്വൽസ് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുത്തത് വളരെ മോശകരമായിട്ടുള്ള പരിപാടിയാണ്. അതിനൊരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഈ കോൺട്രവേഴ്സി തീർന്നതിന് ശേഷവും വീണ്ടും ഇത് പൊക്കിക്കൊണ്ട് വന്നതും ഭയങ്കര മോശമാണ് കേട്ടോ. അത് നമ്മൾ മോശത്തിന് മോശം തന്നെ പറയണമല്ലോ.
എന്നുള്ളവർക്കും എൻ്റെ കുഞ്ഞുങ്ങളെ അറിയാമെന്നുള്ളവർക്കും എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വാട്ട് എവർ ഇസ് ദ ബിഗ് ടോക്ക് ഓഫ് ദ ടൗൺ ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് എവറിബഡി അവെയർ ആൻഡ് ദേ നോ വാട്ട് ഇസ് ദ ട്രൂത്ത് ആൻഡ് ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് ടു അസ്. യുനോ നമ്മളെ അറിയാമെന്നുള്ളവർ ദേ ഷുഡ് ബി നോയിങ് ദ ട്രൂത്ത് ആൻഡ് വെൻ ദ ട്രൂത്ത് ഇസ് very transparent in front of so many people who care for us and who we personally we are bothered. അങ്ങനെയുള്ള ആൾക്കാർക്ക് അറിയാവുന്നിടത്തോളം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറ, ഇല്ലെങ്കിൽ മലയാളം പറ. ഇത് നമ്മുടെ തലച്ചോറ് പ്രോസസ്സ് ചെയ്യുന്നില്ല നീ. ഇതിപ്പോൾ നമ്മൾ കൂടുതലും മലയാളി ഓഡിയൻസിനല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത്. കുറച്ചും കൂടെ മലയാളം ഉൾക്കൊള്ളിച്ചാൽ കൊള്ളായിരുന്നു. കാരണം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാൻ നമുക്കറിയാം, അതൊക്കെ വലിയ പുള്ളികളാണ്. പക്ഷേ നമ്മളെപ്പോലെ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് മനസ്സിലാവണ്ടേ. അപ്പോൾ ഇവർ പറയുന്നത് ഇവരുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും അറിയാമെന്നാണ് പറയുന്നത്. ഈ പരിപാടികളൊക്കെ നമ്മളെ അച്ഛനും അമ്മയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഇവിടെ നാട്ടിലെ പാർട്ടാണ് ഈ സംഭവം. വാട്ട് ദ പബ്ലിക് സേസ് അബൌട്ട് പബ്ലിക് നമ്മളെ ജഡ്ജ് ചെയ്യുന്നതോ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ വാട്ട് മാറ്റേഴ്സ് ഇസ് ആർ പീസ് ഓഫ് മൈൻഡ് ആൻഡ് നമ്മൾ ചെയ്തിട്ടുള്ള ഡീൽ. ഇപ്പോൾ പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നുണ്ടോ? ഇപ്പോൾ ഒരു ചെറിയ സമാധാനമൊക്കെ കിട്ടുന്നില്ലേ? നാട്ടുകാർ മൊത്തം അറിഞ്ഞ് നിങ്ങളെ കുടുംബം താറുമാറായി കിടക്കുകയാണ്, ഇതാണ് കുടുംബത്തിൻ്റെ ഒരു ഇതെന്നുള്ള ഇപ്പോൾ ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നില്ലേ? റെസ്റ്റ് ഇൻ പീസ് ആവരുത് ലാസ്റ്റ് ഈ കുടുംബ സമാധാനം. എനിക്ക് ഒരിക്കലും ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ എന്തൊക്കെ വാട്ട് ഐ ഹവ് ഡൺ ഫോർ മൈ പാരൻസിനും അതിങ്ങനെ ലിസ്റ്റ് ഇട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ബിക്കോസ് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം ഐ ഹവ് ഡൺ. അത് ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. നിങ്ങളൊക്കെ എന്തെങ്കിലും എൻ്റെ വീഡിയോസിൽ ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെ പോകുന്നതോ ഒക്കെ ആയിട്ട് ഞാൻ ചിലപ്പോൾ 20 പ്രാവശ്യം അവരുടെ കൂടെ എന്തെങ്കിലും പോകുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും ഞാൻ എന്തെങ്കിലും കാണിക്കുന്നത്. അല്ലാതെ ഞാനിങ്ങനെ പക്ക ഡെയിലി നടക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടേ ഇല്ല. ഡാഡി വീട്ടിൽ വന്നിരിക്കുമ്പോൾ അവസാനത്തെ ഫ്യൂ ഡേയ്സ് ഒക്കെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ വിഷ്വൽസ് ഞാൻ എപ്പോഴും എടുത്തിരുന്നത്. ബിക്കോസ് ഐ ഓൾവേസ് ഫിയർഡ് സംതിങ് മൈറ്റ് ഹാപ്പൻ ടു ഹിം. ബിക്കോസ് ആ സ്ട്രോക്കും ആ സർജറിയൊക്കെ കഴിഞ്ഞിരുന്നത് കൊണ്ട് ദോ ഹി വാസ് നോട്ട് അത്ര വലിയ സിക്കൊന്നും അല്ലായിരുന്നത് എങ്കിലും ഈ കഴിക്കുന്ന മെഡിസിൻസും പുള്ളിയുടെ പല അസുഖങ്ങളുടെ മെഡിസിൻസും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര ശത്രുക്കളായിരുന്നു സർട്ടൻ മെഡിസിൻസ്. ഇവർ പറയുന്നൊരു ബേസിക് സാധനം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെയും അല്ലെ മക്കളുടെയൊക്കെ സ്നേഹം അളക്കുന്നതിൻ്റെ പ്രധാന അളവുകോലായിട്ട് ഇവരൊക്കെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് പണമാണ്. അച്ഛൻ്റെ അമ്മയുടെയും എല്ലാ ആവശ്യങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ട്. അച്ഛൻ്റെ അമ്മയ്ക്ക് ഹോം മെയ്ഡിന് നമ്മൾ പൈസ കൊടുത്ത്, അച്ഛൻ്റെ വൈഫൈക്ക് നമ്മൾ പൈസ കൊടുത്ത്, അച്ഛന് സാധനങ്ങളും പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളും നമ്മൾ മേടിച്ചു കൊടുത്ത്, ഫുള്ള് പൈസ മൊത്തം. കുറേ പൈസയ്ക്കകത്തല്ല സ്നേഹം. അത് നിങ്ങളൊക്കെ അത് മനസ്സിലാക്കണം. നിങ്ങൾക്കിടയിൽ ഒരു പരസ്പര ധാരണയും ഒരു സ്നേഹവും പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു സാധനം വേണം. ഞാൻ പ്രധാനമായിട്ട് കണ്ടത് ആൾക്കാരുടെ കയ്യിലൊക്കെ കുറച്ച് പൈസ വന്നു കഴിയുമ്പോഴത്തേന് ഇവർ ബേസിക്കായിട്ട് ചെയ്യുന്നൊരു സാധനമാണ് ഈ പൈസയുടെ വെച്ചിട്ട് നമ്മൾ മൂല്യനിർണ്ണയം ചെയ്യും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അപ്പുറത്ത് കത്തുന്ന ഒരു പ്രധാന വിഷയമാണ് രേണുവും കിച്ചുവും തമ്മിലുള്ളത്. അതിനകത്തെ പ്രശ്നം ഇത് തന്നെ. കിച്ചു പൈസ ചോദിച്ചു, ഞാൻ പൈസ കൊടുത്തു, അവൻ എന്നോട് എപ്പോഴും പൈസ വയ്ക്കുമായിരുന്നു. ഇവിടെയും പ്രശ്നം ഇത് തന്നെ. അച്ഛനും അമ്മയ്ക്കും ഫിനാൻഷ്യലി എല്ലാ പുള്ളു പരിപാടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. കുറേ ഒരാളെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഈ സിന്ധു കൃഷ്ണനെ പിടിച്ച് ഞാനൊരു കൂട്ടിലിട്ടിട്ട് അപ്പോൾ ഒരു കേജിനകത്ത് ഇട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ കുറേ പൈസ വാരി പെറുക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളതൊക്കെ ആവുമോ? അത് കാശിനുപരി കാശിനെക്കാട്ടിലും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മനുഷ്യൻ ഏകാന്തത അനുഭവിക്കുമ്പോൾ അവന് മറ്റൊരാളുടെ സപ്പോർട്ട് വളരെ അനിവാര്യമായി നിന്നേക്കാം. ആ സമയത്ത് അവൻ്റെ കയ്യിലോട്ട് കുറേ പൈസ എറിഞ്ഞു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. പൈസ വെച്ചിട്ടാണ് ഇവരെ ഫുൾ അനലൈസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് കേൾക്കാൻ പോകുന്നത് മുഴുവൻ ഒരു വലിയ ലിസ്റ്റാണ്. ആ ലിസ്റ്റ് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഉണ്ട്, കാണാം, നമുക്ക് ലിസ്റ്റ് കാണാം. എനിക്ക് പേയ്മെന്റ് വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ആകെ ആലോചിച്ച് ഇത്രയേ ഉള്ളൂ. എനിക്കങ്ങനെ ഒരുപാട് വലിയ എമൗണ്ട് കിട്ടണം എന്നൊന്നും എനിക്ക് തുടക്കത്തിൽ ഒരു ആഗ്രഹമൊന്നുമില്ല. ഞാൻ മനസ്സിലാലോചിക്കുന്നത് ഐ ഷുഡ് ഗെറ്റ് എൻ എമൗണ്ട് വിച്ച് ഐ വിൽ ബി ഏബിൾ ടു സ്പെൻഡ് ഫോർ മൈ പാരൻസ്. എൻ്റെ പാരൻസിന് വേണ്ടി എനിക്ക് നന്മയുള്ള ലോകമേ. യൂട്യൂബിൽ നിന്ന് പൈസ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചത് എനിക്കൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയെ നോക്കാൻ പറ്റണം, അവർക്കുള്ള പൈസ കൊടുക്കാൻ പറ്റണം. എന്നിട്ട് അവരാണ് ഇപ്പോൾ ഈ പൈസയുടെ എല്ലാം കണക്ക് പറയുന്നത്. വൈഫൈക്ക് കൊടുത്തത് ഞാനാണ്, അഹാനയുടെ വീഡിയോ പറഞ്ഞ കേട്ടല്ലോ. വൈഫൈയുടെ കൊടുത്തത് ഞാനാണ്, അവിടെ ജോലിക്ക് നോക്കാമെന്നവർക്ക് പൈസ കൊടുത്തത് ഞാനാണ്, അവർക്ക് പലചര സാധനങ്ങൾ മേടിച്ചു കൊടുത്തത് ഞാനാണ്. ഫുള്ള് ഫിനാൻഷ്യൽ പരിപാടി നമ്മൾ നോക്കിയത്. പക്ഷേ എനിക്ക് ആകെ ഉള്ള ആഗ്രഹം അവരവർക്കുള്ള പൈസ നമുക്ക് കിട്ടണം എന്നുള്ളതാണ്. ഫുള്ള് പൈസയാണ്, എല്ലാം പൈസ മയം. അല്ലാതെ ഞാൻ അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, അവരെ കൊണ്ടൊന്ന് പുറത്ത് പോയിട്ട് ചെറുതായിട്ട് അവർക്കൊരു സന്തോഷം കൊടുക്കുക, ഇങ്ങനൊന്നും ഇവർ പറഞ്ഞു കേട്ടിട്ടില്ല. അവർ അച്ഛനൊക്കെ അമ്മയും കൊണ്ടൊക്കെ പുറത്ത് പോയിട്ടുണ്ട്, ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇവർ കൺവേ ചെയ്യുന്ന സാധനങ്ങൾ കൂടുതലും പറയുന്ന കൂടുതലും മണി ബേസ് ചെയ്തിട്ടാണ് ഇവർ പല കാര്യങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സ്പെൻഡ് ചെയ്യാൻ പറ്റണം. കാരണം അന്ന് വരെയും ഈ യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ കാലം വരെയും യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു എനിക്ക് പേയ്മെന്റ് ഒക്കെ കിട്ടി തുടങ്ങിയത് ഒരു 2021 ഒക്കെ ആയിട്ടായിരിക്കും നാച്ചുറലി. കാരണം ഞാൻ 2020 എൻഡിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്കൊരു ആദ്യമായിട്ട് എൻ്റെ ഒരു ചെറിയൊരു പേയ്മെന്റ് ഒക്കെ എനിക്ക് ആദ്യം കിട്ടി തുടങ്ങിയത് 2021 അത് പിന്നെയാണ് ഈ സ്റ്റാർട്ട് ഗോയിങ് അപ്പ്. അപ്പോൾ ആ ഒരു കാലഘട്ടം വരെയും എൻ്റെ പാരൻസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്ന എൻ്റെ സൈഡിൽ നിന്നുള്ള ഹെൽപ്പുകളെല്ലാം, ഞങ്ങൾക്കൊരു അഡ്വർടൈസിങ് കമ്പനി ഉണ്ടായിരുന്നു, അതിൽ നിന്നുള്ളൊരു പേയ്മെന്റ് എടുത്തു. എൻ്റെ
കുട്ടികൾ തരുന്നതോ അല്ലെങ്കിൽ കിച്ചു തരുന്നതോ ഒക്കെ ആയിട്ടുള്ള പേയ്മെന്റ് എടുത്തായിരുന്നു ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അന്നൊക്കെ ഞാൻ അങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. അപ്പം പലപ്പോഴും എനിക്ക് തന്നെ ചില സമയത്ത് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്ന മാസങ്ങളിലൊക്കെ എനിക്ക് തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് ആവും. നമ്മുടെ വീട്ടിൽ ഇത്രയും ചിലവുകൾ ഉള്ളപ്പോൾ ഐ എം ഡൂയിങ്. അപ്പം തന്നെ ഒരിക്കൽ പോലും പണ്ടാരം ഇവിടെ ഇത്രയും പൈസ അടക്കുമ്പോഴാണ് ഇനി അതുങ്ങൾക്ക് പൈസ അങ്ങനെ അല്ലല്ലോ അല്ലേ ചിന്തിച്ചത്. ഓക്കെ, അതായത് ഫുൾ മണി ഓറിയൻറ്റഡ് ആണ് ചിന്താഗതികൾ വരുന്നത്. അപ്പോൾ ഇവരെന്നാൽ അത് ബഡ്ജറ്റ് ഇടാനായിട്ട് അച്ഛനമ്മയും കൊണ്ട് കൂടെ ഓർത്ത് അത് പറ്റത്തില്ല. അമ്മയ്ക്ക് ഭയങ്കര വൃത്തി മനയൊക്കെ ഉള്ള സ്വഭാവമാണ്, അമ്മ ഭയങ്കര പ്രശ്നമാണ്, സീനാ, അത് പറ്റത്തില്ല. ചിലവ് നോക്കാൻ പറ്റത്തില്ല. അതെന്താ അത് ചിലവ് നമ്മൾ ഒരാൾക്ക് ഒരു സാധനം കൊടുത്തിട്ട്, ഒരു കാര്യം കൊടുത്തിട്ട്, കുറച്ച് സ്നേഹം കൊടുത്തിട്ട്, കുറച്ച് പണം കൊടുത്തിട്ട്, കുറച്ച് വിഷമം കൊടുത്തിട്ട് കണക്ക് പറയാം. എന്ത് കൊടുത്താലും വിഷമം കൊടുത്താലും കണക്ക് പറയാൻ നിൽക്കില്ല. ഇത് ഫുള്ള് കണക്ക് കുറച്ച സ്റ്റോറിയാണ് ഇനി നമ്മളങ്ങോട്ട് കേൾക്കുന്നത് മൊത്തം. ഈ പൈസയുടെ കണക്കിൽ മൂല്യനിർണ്ണയം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നൊരു സാധനം സാധാരണ ജനങ്ങൾ, അതായത് കോമൺ പീപ്പിൾ, കുറച്ചും കൂടെ ലളിതമാക്കി പറഞ്ഞാൽ മിഡിൽ ക്ലാസ് പീപ്പിൾ, അതിന് താഴെയുള്ളവർ, അവരുടെ കയ്യിൽ പണമില്ല. നമുക്ക് ആവശ്യമുള്ളത് പണമാണ്, നിങ്ങൾക്ക് ആവശ്യത്തിൽ അധികം ഉള്ളതും പണമാണ്. നമ്മുടെ ഈ പണമില്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്കിടയിൽ സ്നേഹങ്ങൾക്കും മറ്റേ കുടുംബങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും ആ ഒരു സന്തോഷത്തിനൊക്കെ കുറച്ചധികം വില ഉണ്ടാവും. അപ്പോൾ നിങ്ങളിങ്ങനെ പറയുന്ന സാധനങ്ങൾ മെജോറിറ്റി അത് നിങ്ങളുടെ തെറ്റില്ല കേട്ടോ. നിങ്ങൾ ജീവിച്ചു വന്ന സാഹചര്യം എങ്ങനെയാണ്, നിങ്ങൾ പണത്തിൻ്റെ മടിത്തട്ടി വളർന്നതാണ്, അത് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മളെപ്പോൾ ഉള്ളവർക്കത് കാണുമ്പോഴത്തേനും ഇവരെന്തായി കാണിക്കുന്നത് എന്നൊരു സാധനം നമുക്കൊക്കെ തോന്നത്തുള്ളൂ. നിങ്ങളെപ്പോലെ ഒരു സാധാരണ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്ക് 2 വീടുണ്ടാക്കി, ഒരു വീട്ടിൽ ഞങ്ങൾ നിൽക്കുന്നു, മറ്റൊരു വീട്ടിൽ അച്ഛനും അമ്മയും നിൽക്കുന്നു. അതൊക്കെ യൂറോപ്യൻ കൾച്ചറാണ്, അതൊക്കെ സംഭവിക്കുന്ന സാധനങ്ങളാണ്. അവർ ഇൻഡിപെൻഡൻ്റ്, നമ്മൾ ഇൻഡിപെൻഡൻ്റ്, നമ്മുടെ ഫാമിലി ഒക്കെ ഓക്കെയാണ്. പക്ഷെ അതൊന്നും ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു സാധനത്തിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ എത്താത്തിടത്തോളം കാലം നിങ്ങൾ ഈ പൈസ വെച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ സ്നേഹം എന്നൊരു സാധനം അണ്ടർലൈൻ ചെയ്ത ആൾക്കാർ ചോദിക്കും. കിച്ചു ആയാലും എൻ്റെ കുട്ടികളായാലും ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല ലൈക്ക് വൈ ആർ യു സ്പെൻഡിങ് സോ മച്ച് ഫോർ ദം. ദേ നെവർ ആസ്ക്ഡ്. എന്തിനാ ചോദിക്കുന്നേ? എന്തിനാണ് അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് അമ്മ ഇത്ര അധികം പൈസ ചിലവാക്കുന്നത്? അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലൊരു റിഗ്രറ്റ് ഇല്ലേ? നിങ്ങളതിപ്പോൾ പറയണമെങ്കിൽ ഞാൻ ഒരുപാട് പൈസ അവർക്ക് വേണ്ടി ചിലവാക്കി എന്ന് നിങ്ങളുടെ മൈൻഡിൽ കിടക്കുന്നുണ്ടല്ലേ ഇത് പറയുന്നത്? നിങ്ങൾ ഒരു വീട്ടിൽ താമസിക്കണം എല്ലാവരും കൂടെ, ഇപ്പം പറ്റുമെങ്കിൽ, നിർബന്ധിക്കാൻ ഞാൻ ആളല്ല, എല്ലാവരും കൂടെ ഒരു വീട്ടിൽ താമസിക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ചിലവില്ലല്ലോ. അവർക്ക് വേണ്ടി സെപ്പറേറ്റ് വൈഫൈ കൊടുക്കണ്ട, അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആഹാരത്തിനുള്ള പൈസ കൊടുക്കണ്ട, സെപ്പറേറ്റ് ആയിട്ട് ഒരു സാധനങ്ങൾ ചെയ്യണ്ട. നിങ്ങളുടെ കൂടെ തന്നെ നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുള്ള ചിന്താഗതി നിങ്ങൾക്കും മാറി കിട്ടും കേട്ടോ. ഒരിക്കലും ചോദിച്ചിട്ടില്ല. ബിക്കോസ് അതങ്ങനെ ആയിരുന്നു. ബിക്കോസ് നാച്ചുറലി എന്നെ എന്താണ് മൈ ഫാദർ ഹാഡ് ഗിവൺ മീ എ വെരി വെരി കംഫർട്ടബിൾ ലൈഫ് ആൻഡ് ഓൾ ദാറ്റ്. സോ ഒരിക്കലും ആരും ചോദിച്ചിട്ടില്ല. പക്ഷേ എനിക്കെപ്പോഴും ഒരു ഗിൽറ്റ് കാണുമല്ലോ. നമുക്ക് ഇങ്ങനെ എടുത്തൊക്കെ അവർക്ക് വേണ്ടി ഒരു പരിധിക്കപ്പുറം ഞാൻ ചിലവാക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഗിൽറ്റ് കാണും. പക്ഷെ ഞാൻ ഐ സ്റ്റാർട്ടഡ് ഏർണിംഗ് ഐ വാസ് തിങ്കിങ് അപ്പ എനിക്കിനി അവർക്കൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ ലൈക്ക് എനിക്ക് അങ്ങനെ ഒരു ഗിൽറ്റ് തോന്നേണ്ട കാര്യമില്ലല്ലോ. ലൈക്ക് എനിക്ക് ആരോടും പറയണ്ടല്ലോ. ഈ ശരിക്കും ഗിൽറ്റ് തോന്നാൻ കേട്ടോ. ഇതിനകത്ത് മൊത്തം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത കേസാണ് പറയുന്നത്. ഈ സ്പെൻഡിനുപരി അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് മൂല്യനിർണ്ണയം ചെയ്യട്ടോ. ഞാൻ ഈ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യമില്ലല്ലോ. ഗ്രാൻഡ് പാരൻസിനൊക്കെ വേണ്ടി മൈ ഫാദേഴ്സ് പാരൻസ് വെൻ ദേ വർ അലൈവ്, അതിൽ ഒരാൾ മരിച്ചത് ഞാൻ ഓസിയ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ്. മൈ ഗ്രാൻഡ് മദർ ഡൈഡ് ആഫ്റ്റർ ഇഷാനി വാസ് ബോൺ. ബട്ട് ഐ ഡോണ്ട് ഈവൻ റിമെമ്പർ അവരെയൊക്കെ ഫിനാൻഷ്യലി ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഐ ഡോണ്ട് റിമെമ്പർ അറ്റ് ഓൾ. എൻ്റെ അമ്മായിപ്പൻ എൻ്റെ അപ്പൂപ്പൻ, അതായത് ഇവരുടെ അച്ഛൻ്റെ ഗ്രാൻഡ് പേരൻസ്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പൈസയായിട്ടൊന്നും കൊടുത്തിട്ടില്ല. 5000 രൂപ പോലും ഞാൻ കൊടുത്തിട്ടില്ല. അങ്ങനൊരു ഫിനാൻഷ്യലി വിളിച്ച് എവിടെയും സാമ്പത്തിക കണക്ക് അവർക്ക് അവിടെ കാണാനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഭക്ഷണ സാധനമൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും 5000 രൂപ പോലും ഞാൻ എടുത്ത് ഇതാ നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ട് എനിക്ക് ഓർമ്മയില്ല. ബിക്കോസ് അതൊന്നും ഐ വാസ് ഇൻ ഏർണിംഗ് ആൻഡ് അങ്ങനെയൊന്നും നമ്മുടെ കയ്യിൽ അങ്ങനെ കൊടുക്കാനൊന്നും ഇല്ലായിരുന്നു. പ്ലസ് അങ്ങനെയൊന്നുള്ളൊരു വിസ്ഡമോ എനിക്കൊന്നില്ലായിരുന്നു. മനസ്സിലായില്ല. എൻ്റെ വിചാരം മൈ ഡാഡ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഒക്കെ ദേ ആർ ഓൾ വെൽ ഓഫ്, ദേ വിൽ ടേക്ക് കെയർ. അങ്ങനെയാണ് നമ്മളെന്ന് ചിന്തിക്കുന്നത്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മൈ ചിൽഡ്രൻ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. യെസ് അവർ 5000 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ? എനിക്കറിയത്തില്ല. അപ്പോൾ ഇവരുടെ ഗ്രാൻഡ് പേരൻസിനെയൊക്കെ ഇവർക്ക് അങ്ങനെ സാമ്പത്തികമായിട്ടൊന്നും സഹായിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് അങ്ങനെ സെറ്റപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ മക്കൾ എൻ്റെ ഗ്രാൻഡ് പേരൻസിനെ ഭയങ്കര സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുന്നത് തെറ്റൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. സാമ്പത്തികം മണി ഒരു മങ്കാത്ത സിനിമ കണ്ട ഫീലാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. ഓക്കെ, ഒരു ചെറിയ ക്ലിപ്പിംഗ് കൂടെ കണ്ടിട്ട് നമുക്ക് പരിപാടി വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. I'll be regularly doing my videos with whatever is happening around me, and I wish my mother and my niece all the very best for അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കണം, അവർ സന്തോഷമായിട്ടിരിക്കണം. ഒലക്കെ എടുത്ത് തലക്കൊരടി കൊടുത്തിട്ട് മോനെ നിനക്ക് വേദനിച്ചൊന്നുമില്ലല്ലോ,
നീ ഹാപ്പി അല്ലേ നീ ചോദിക്കുന്ന പോലുണ്ട് ഈ സാധനം. തൻവി ചെയ്തത് തെറ്റാണ്. തൻവിയെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. തൻവിനകത്ത് ഒരുപാട് കുത്തിത്തിരിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ അനാലിസിസ് സ്കില്ല് വെച്ചിട്ട് ഞാൻ അതിനെ വീഡിയോ കാണുകയും അതിനകത്തോടെ ചിന്തിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് തൻവിനകത്ത് വലിയ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. താല്പര്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ നമ്മുടെ പ്രൊഫൈലിൽ കിടന്ന് കണ്ടു നോക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരും അതേ പരിപാടി തന്നെ ചെയ്തു. ഇവരതിനൊന്ന് തിരിച്ച് പറഞ്ഞ് തൻവിയുടെ ചാറ്റ്, അമ്മായി ഇപ്പോൾ ഈ പറയുന്ന അമ്മായി അപ്പൂപ്പനെ അമ്മൂമ്മ അടിക്കുന്ന വീഡിയോ സാധനങ്ങൾ, CCTV ക്ലിപ്പുകൾ ഇതെല്ലാം പുറത്തു വിട്ടിട്ട് നിങ്ങളും അത് തന്നെയാണ് ചെയ്തത്. എന്നിട്ട് അവർ സന്തോഷമായിട്ടിരിക്കട്ടോ കേട്ടോ, അവർ ഹാപ്പി അല്ലേ, അവർ ഹാപ്പി ആയിട്ടിരുന്നോട്ടെ എന്ന് പറയുന്നത് എന്തർത്ഥമാണ്? കത്തിയെടുത്ത് പള്ളക്കൊരു കുത്തു കൊടുത്തിട്ട് അയ്യോടാ രക്തം വന്നോടാ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയുന്ന പോലുണ്ട് ഈ സാധനം. ഏതെങ്കിലും ഒരു എമർജൻസി അവർക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ എനി ടൈം ദേ ക്യാൻ കോൺടാക്ട് മീ, ഞാൻ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. എൻ്റെ വീണ്ടും നന്മയുള്ള ലോകമേ കൺതുറന്ന് നോക്കുവിൻ, താത്തള വിത്തള തളച്ചി മറിയുമെന്ന് വിളക്കുതി. അവർക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഇപ്പോഴും അവർക്ക് എന്നെ വിളിക്കാം കേട്ടോ. അവരുടെ നാണവും മാനവും കളഞ്ഞ് വിളിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവരെങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആളക്കം പോട്ടുന്ന സാധനങ്ങൾ തിരിച്ചു പറയുന്നുള്ള പൂർണ്ണ ബോധ്യം അവർക്കും ഉണ്ടാവും ഇല്ലേ? അമ്മയ്ക്കും തനിക്കൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നെ വിളിക്കാം കേട്ടോ. എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, അപ്പം ഞാൻ വരും, എമർജൻസി ആയിട്ട് ഞാൻ വരും. വരുന്നിട്ട് അന്ന് വരെ ലാസ്റ്റ് അവിടെ നിന്നത് പോലും ഞാൻ വിട്ടൊരു മെയ്ഡായിരുന്നു. ആ ലേഡി അന്ന് എനിക്കാണെങ്കിൽ ഏർലി മോർണിംഗ് ഫോൺ കോൾസ് തീരെ ഇഷ്ടമല്ല. ഐ ഹേറ്റ് ഫോൺ കോൾസ് ഏർലി മോർണിംഗ്. ലാസ്റ്റ് അവിടെ നിന്നതും ഈ ഇവര് തന്നെ ശരിയാക്കി കൊടുത്ത മറ്റേ വീടൊക്കെ നോക്കാൻ വരുന്ന മെയ്ഡാണ്. അതുവരെ ഞാൻ ചെയ്തതാണ്, ഞാൻ വിട്ട മെയ്ഡാ. അത് എല്ലാം ഞാൻ വിട്ടതാ. ഫുള്ള് പരിപാടി സെറ്റ് ചെയ്തത് ഞാനാ. എന്നിട്ട് ചീത്തപ്പേര് വന്നപ്പോൾ അത് എൻ്റെ പഠനിക്കോ എന്ന് ചോദിക്കുന്ന പോലെയാണ് സിന്ധു കൃഷ്ണ പറയുന്നത്. നിങ്ങൾ ഈ ഒരു കോൺട്രവേഴ്സി വിട്ട സാധനമല്ലേ, വിട്ടിട്ട് വീണ്ടും അതേ വള്ളിയിൽ തന്നെ കയറി പിടിച്ച് ഒരാൾ പറയുന്നു ഞങ്ങൾ ഇങ്ങനത്തെ കോൺട്രവേഴ്സി ഉണ്ടാക്കി നടക്കുന്നവരല്ല, ഞങ്ങൾക്കിത് ആവശ്യമില്ല. എന്നിട്ട് അമ്മ ഇപ്പുറത്ത് വന്നിട്ട് കുറച്ച് ദിവസങ്ങൾക്കിപ്പുറം അതൊരു കണ്ടൻറ്റാക്കി വെച്ചേക്കുന്നു. അതിനവർ പറയുന്ന കാരണം എന്നാണെന്നറിയോ? നാളെ ഒരു സമയത്ത് ഞാൻ ഡെയിലി വ്ളോഗ് ഇടുമ്പോഴത്തേന് നിങ്ങൾ എന്നോട് ചോദിക്കും എന്തേ ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ലാത്തത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അല്ലാതെ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയുന്ന ടീമുകളാണല്ലോ നിങ്ങൾ. അല്ലെങ്കിൽ ഇത്രയും വ്യക്തമായിട്ടും വിശദം ഇതിനകത്ത് ബേസിക്കലി ഇവർ പറഞ്ഞ ഒറ്റ പോയിന്റേ ഉള്ളൂ. അവരുടെ ഫുള്ള് പൈസ പരിപാടി നോക്കി നമ്മളാണ്. അപ്പോൾ ഞാൻ എൻ്റെ കാശില്ലാത്തപ്പോൾ തൊട്ട് ഞാൻ നന്മമരം കളിച്ചു. ഞാൻ എൻ്റെ ഇപ്പോൾ വന്നപ്പോൾ മുതൽ ഞാൻ ചിന്തിച്ചത് എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഞാൻ എങ്ങനെ സഹായിക്കും, അവർക്ക് വേണ്ടി ഞാൻ എന്ത് സ്പെൻഡ് ചെയ്യും, എങ്ങനെ ചിലവാക്കും, അവർക്ക് ഇച്ചിരി കൂടുതൽ ചിലവാക്കാൻ വന്നപ്പോലും എൻ്റെ മക്കൾ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ കുടുംബത്തിനെ വിശുദ്ധ കുടുംബമാക്കുകയും മറ്റേ കുടുംബം മടയിന്ന് സഹായം പറ്റി നിൽക്കുന്നൊരു കുടുംബമായിരുന്നത്. അവർക്ക് ഇനിയും അവരൊക്കെ അങ്ങനെ വലിയ സാമ്പത്തികമൊന്നും ഉള്ളവരല്ലല്ലോ. ഇനിയും അവർക്ക് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്നെ വിളിച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവർക്ക് കുറച്ച് സ്നേഹം കൊടുക്കുക, അവരെ സ്നേഹിക്കുക, അവരെ ഇടയ്ക്ക് പോയി കാണുക, നിങ്ങളുടെ അമ്മയാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക, അവരോടുള്ള വഴക്കും വിദ്വേഷങ്ങളൊക്കെ പറഞ്ഞു തീർക്കുക. എന്നിട്ട് സന്തോഷപരമായ, നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ, സന്തോഷപരമായ ഒരു ജീവിതത്തിലേക്ക് അവരെ കയറ്റിവിട്. ഇനി അവർക്ക് നല്ല പ്രായമുണ്ട്, അവരെത്ര നാളുണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ അവർക്ക് നിങ്ങൾ ചെറുതായിട്ടിരുന്നപ്പോൾ ഇവരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇവർ അഹാന പറയുന്നുണ്ടായിരുന്നു നല്ലൊരു ഇതല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, നമുക്കറിയത്തില്ല. അപ്പോൾ ഇത് തന്നെയല്ലേ അടുത്ത തലമുറ കാണുന്നത്. ഇപ്പോൾ ഓസിക്ക് മക്കളുണ്ടായി, ഇനി അപ്പോൾ അഹാന കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് മക്കളായി, ഇവർക്കെല്ലാം മക്കളുണ്ടാവും. അതപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൊച്ചുമക്കളായി അവർ നിങ്ങളെങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊരു ഫീൽ ഉണ്ടാവും? നിങ്ങൾക്ക് ആലോചിച്ച് നോക്കണേ. കുറച്ചൊക്കെ ഈ പൈസ വിട്ടിട്ട് ഇമോഷണലിയും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിക്കാം കേട്ടോ. തലച്ചോറൊക്കെ വെച്ചിട്ട് ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തു. വിഷയങ്ങൾ ആളിക്കത്തട്ടെ. നമ്മൾ വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ആയിട്ടോ മറ്റൊരു വീഡിയോ.